നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. കെ രമ നിയമസഭാ സ്പീക്കർ. കണ്ണൂരിൽ അടിയേറ്റു വീണ് പിണറായി വിജയൻ. രമയ്ക്ക് മുന്നിൽ പതറുന്ന വിജയനെ നിയമസഭയിൽ കാണേണ്ടി വരുമോ കേരളത്തിന്? MLA ആയി സഭയിൽ വന്ന രമയെ പോലും പേടിച്ച പിണറായിയെ ഓർമ്മയില്ലേ? അന്ന് നെഞ്ചിൽ TPയുടെ ബാഡ്ജ് കുത്തി വന്ന രമ പിണറായിയെ വിറപ്പിച്ചു. പിന്നെ തുടരെ പിണറായിക്ക് നേരെ രമയുടെ ഉഗ്ര ശബ്ദമുയർന്നു. ഇപ്പോൾ അധികാരം പോയി, പ്രതിപക്ഷത്ത് പിണറായി. രമ സ്പീക്കറായാൽ ഭരണപക്ഷത്തിന് നേരെ വിരൽ ചൂണ്ടാൻ, ശബ്ദമുയർത്താൻ രമയുടെ അനുവാദം വേണ്ടിവരും. അങ്ങനെ ഒരു ഇരട്ടച്ചങ്കനെ ഫാൻസ് എങ്ങനെ കണ്ടു നിൽക്കും? സോഷ്യൽ മീഡിയയിലും ചാനലുകളിലും നിറയുന്നത് കെ രമ സ്പീക്കർ ആകുമോ എന്നുള്ള ചോദ്യമാണ്. കോൺഗ്രസിന്റെ സൈബർ ഗ്രൂപ്പുകളുടെയും ആവശ്യം രമ സ്പീക്കർ ആകണം എന്നാണ്, അവരെ സ്പീക്കർ ആക്കണം എന്നാണ്. കാരണം പിണറായി വിജയൻ ഒന്ന് തലകുനിച്ച് നിൽക്കുന്നതും സർ എന്ന് വിളിക്കുന്നത് കേരളത്തിനൊന്ന് കാണുകയും അത് കണ്ട് ഞങ്ങൾക്ക് ഒന്ന് സന്തോഷിക്കണമെന്നുമാണ് ഈ കോൺഗ്രസിന്റെ സൈബർ ഗ്രൂപ്പുകളിൽ ഇപ്പോൾ വലിയ ആവശ്യം ഉയർന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഒരു കാര്യം ഉറപ്പ്, പിണറായിക്ക് കാലക്കേട് തുടങ്ങിയിരിക്കുകയാണ്. വടി വെട്ടിയിട്ടേ ഉള്ളൂ, അടി തുടങ്ങാൻ പോകുന്നതേ ഉള്ളെന്ന്. എന്തായാലും UDF കൂടി അതങ്ങ് തീരുമാനിച്ചാൽ പിണറായി വിജയന് പലപ്പോഴും ഇനി പതറേണ്ടി വരും. കെ രമയെ നോക്കി സാർ എനിക്ക് സംസാരിക്കാൻ അനുവാദം തരണമെന്നൊക്കെ പറയേണ്ടി വരുന്ന പിണറായി വിജയന്റെ ഒരു അവസ്ഥയെ ആ നിമിഷം സഭയിൽ ഒന്നാകെ CPMന് തല കുനിച്ചിരിക്കേണ്ടി വരും. കപ്പിത്താന്റെ ഗർവും അഹങ്കാരവും അവിടെ തീരും. കപ്പിത്താൻ വെറും വിജയനാകും അവിടെ. കെ രമ സ്പീക്കർ എന്ന് സതീശൻ ഒരു തീരുമാനം എടുത്താൽ അതാകും പിണറായിക്ക് UDF കൊടുക്കുന്ന ഏറ്റവും വലിയ തിരിച്ചടി, മറുപടി. കെ രമ അവരാണ് പെണ്ണൊരുത്തി. സ്വന്തം ഭർത്താവിനെ പൂക്കുല പോലെ വെട്ടിച്ചിതറിച്ച് മുന്നിൽ കൊണ്ടിട്ടപ്പോൾ വിങ്ങിപ്പൊട്ടുന്ന രമയെ നമ്മൾ കണ്ടു. VS എത്തുമ്പോൾ പൊട്ടിക്കരയുന്ന രമയെ കേരളം കണ്ടു. നമ്മൾ ഓർത്തു അവർ ചിതറിപ്പോയെന്ന്, അവർ തകർന്നടിഞ്ഞുവെന്ന്, ഇനി കെ രമയില്ലെന്ന്. പക്ഷെ പിന്നീട് അവരുടെ ഒരു ഉയർത്തെഴുന്നേൽപ്പുണ്ട്. താലി അറുത്തവരോട് പകരം ചോദിക്കാൻ ഇറങ്ങി പുറപ്പെട്ട ഒരു പെണ്ണിന്റെ യാത്ര. പ്രിയപ്പെട്ടവനെ കൊലപ്പെടുത്തിയ പകയിൽ മധുരാനഗരം ചുട്ടരിച്ച കണ്ണകിയുടെ കഥ നമ്മൾ കേട്ടിട്ടില്ലേ? രമയെ നമുക്ക് അങ്ങനെ വിശേഷിപ്പിക്കാം. അവരുടെ ഒരു പോരാട്ടം അത് ചെറുതൊന്നുമല്ല. അവർ എതിർത്തത് ചെറിയ ആൾക്കാരെയുമല്ല, പിണറായി വിജയനെ പോലെ CPMനെ പോലെ ഒരു ശക്തിയെ, പ്രബല ശക്തിയെയാണ്. ഒഞ്ചിയത്തെ കമ്മ്യൂണിസ്റ്റുകളെ കൂട്ടിച്ചേർത്ത് ചന്ദ്രശേഖരൻ ഉണ്ടാക്കിയ RMP നടത്തിയ കുതിപ്പും അവിടെ CPMന്റെ കിതപ്പും. പിന്നെ രമ നിയമസഭയിൽ വന്നൊരു നിൽപ്പുണ്ട്. ഇന്നും കേരളം ഓർക്കുന്നുണ്ടാകും രമയും പിണറായിയും നേർക്കുനേർ നോക്കി നിൽക്കുന്ന ആ ചിത്രം. ഒരുപാട് കണക്ക് തീർക്കാനുണ്ട്. രമയുടെ ഓർമ്മപ്പെടുത്തലായിരുന്നു ആ ചിത്രം. പിന്നെ നിയമസഭയിൽ CPMന്റെ അക്രമ കൊലപാതക രാഷ്ട്രീയത്തെ പൊളിച്ചു കീറി രമ. കൊടിസുനി കൂട്ടത്തിന് കിട്ടുന്ന സുഖ സൗകര്യങ്ങളെ വലിച്ചു പുറത്തിട്ടു. പിണറായി വിജയനെ അത്രത്തോളം എതിർത്ത മറ്റൊരു പെൺകരുത്ത് നിയമസഭയിൽ ഉണ്ടായിരുന്നില്ല അന്ന് പ്രതിപക്ഷത്ത്. വീണ്ടും വിജയിച്ച് വന്നൊരു നിൽപ്പ്. അതിന് ഇനി സ്പീക്കർ കസേരയിലേക്കാണ് രമ ഇരിക്കുന്നതെങ്കിൽ പിണറായി മുച്ചൂടും തീർന്നു. ഇടതുപക്ഷം നിലം പതിച്ചപ്പോൾ ശക്തമായി പ്രതികരിച്ച, കുറിക്കുകൊള്ളുന്ന മറുപടി കൊടുത്തയാൾ കെ രമയായിരുന്നു. കേരളം ഉറ്റുനോക്കിയത് കെ രമയുടെ പ്രതികരണത്തിനു വേണ്ടിയായിരുന്നു. പിണറായി വിജയൻ ധർമ്മടത്ത് വിയർത്തപ്പോഴും എല്ലാവരും സോഷ്യൽ മീഡിയയിൽ പരതിക്കൊണ്ടിരുന്നത് കെ രമയുടെ ഒരു കുറിപ്പിന് വേണ്ടിയായിരുന്നു. നിയമസഭാ തെരഞ്ഞെടുപ്പിലെ കനത്ത പരാജയത്തിന്റെ ധാർമ്മിക ഉത്തരവാദിത്വം ഏറ്റെടുത്ത് പിണറായി വിജയൻ MLA സ്ഥാനം രാജിവെക്കുകയാണ് വേണ്ടതെന്ന് കെ രമ അന്ന് ശക്തമായി പ്രതികരിച്ചത് കേരളം കേട്ടു. ധർമ്മടം പോലെ CPMന്റെ കോട്ടയിൽ പിറകോട്ട് പോയതിന്റെ പ്രധാന കാരണം ഭരണവിരുദ്ധ വികാരവും നേതൃത്വത്തോടുള്ള എതിർപ്പുമാണെന്ന് കെ രമ പച്ചയ്ക്ക് പറഞ്ഞു. CPMന്റെ ശക്തി കേന്ദ്രങ്ങളായ കയ്യൂരും കരിവള്ളൂരും ഉൾപ്പെടെയുള്ള ഗ്രാമങ്ങൾ കൈപ്പത്തിക്കും കോണിക്കും വോട്ട് ചെയ്തു. അത്രയേറെ ഭരണവിരുദ്ധതയും നേതാക്കളോടുള്ള എതിർപ്പും അവിടങ്ങളിൽ രൂപപ്പെട്ടിട്ടുണ്ട്. CPMന്റെ ഇന്നത്തെ പോക്കിനെതിരെ CPM അണികൾ തന്നെയാണ് അവരെ പരാജയപ്പെടുത്തിയിരിക്കുന്നത് എന്ന് രമ പറഞ്ഞു. പാർട്ടി ആലോചിച്ചിട്ടേ മന്ത്രിസ്ഥാനം സ്വീകരിക്കുന്നതിൽ തീരുമാനമെടുക്കുകയുള്ളൂ എന്ന് കെ രമ അന്ന് വ്യക്തമാക്കിയിരുന്നു. മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് കോൺഗ്രസ് ആരെ തീരുമാനിച്ചാലും അത് അംഗീകരിക്കുമെന്നും രമ പറഞ്ഞിരുന്നു. പക്ഷേ എല്ലാവരും ആഗ്രഹിക്കുന്നത് കെ രമ സ്പീക്കർ കസേരയിൽ ഇരിക്കണം എന്നുള്ളതാണ്. കാരണം പിണറായി അവരോട് കെഞ്ചുന്നതൊന്ന് കാണണം, സർ എന്ന് വിളിക്കുന്നത് ഒന്ന് കേൾക്കണം. കൊല്ലാനേ കഴിഞ്ഞുള്ളൂ, തോൽപ്പിക്കാനായില്ല എന്നാണ് 51 വെട്ടേറ്റ് ക്രൂരമായി കൊല്ലപ്പെട്ട TPയുടെ ചേതനയറ്റ ശരീരത്തിന് മുൻപിലിരുന്ന് അന്ന് രമ പറഞ്ഞത്. അത് നടന്നത് 2012 മെയ് 4-നാണ്. മറ്റൊരു മെയ് 4-ന് തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വന്നപ്പോൾ
നെഞ്ചിലെ അണയാത്ത കനലുമായി കെ രമ ഒരു കുറിപ്പിട്ടു സോഷ്യൽ മീഡിയയിൽ. നിസ്സാരമല്ല, കുറച്ച് വാക്കുകൾ, 2-3 വാക്കുകൾ കൊണ്ട് ഒരു കുറിപ്പ്. പക്ഷെ ആ ഒരു കുറിപ്പിന് ധർമ്മടത്ത് പിറകോട്ട് പോയതിൻ്റെയും ധർമ്മടത്ത് ഭൂരിപക്ഷം കുറഞ്ഞതിൻ്റെയും ഒക്കെക്കാൾ വേദന, ഒരു പുളച്ചിലുണ്ടായിരുന്നു കെ രമയുടെ ആ ഒരു പോസ്റ്റിൽ പിണറായി കണ്ടപ്പോൾ. കുലംകുത്തി എന്ന് ചാപ്പയടിച്ച് കൊല്ലാൻ ആഹ്വാനം ചെയ്തവൻ പൊള്ളുന്ന വെയിലത്ത് നഗ്നനായി നിൽക്കുന്ന കാഴ്ച കാണാൻ ചന്ദ്രശേഖരന് കഴിഞ്ഞു എന്നായിരുന്നു വോട്ടെണ്ണലിന്റെ ആദ്യ ഘട്ടങ്ങളിൽ പിണറായി വിജയൻ ധർമ്മടത്ത് പിന്നിലായപ്പോൾ കെ രമ കുറിച്ചത്. 6 റൗണ്ട് പിന്നിലേക്ക്, മതി കേരളമേ, നന്ദിയുണ്ട് എന്നായിരുന്നു കെ രമയുടെ ആ ഒരു കുറിപ്പ്. പാർട്ടി കോട്ടയായ കണ്ണൂരിലടക്കം അണികൾ CPM-നെ തിരുത്തി എന്നതാണ് ഈ തെരഞ്ഞെടുപ്പ് ഫലത്തിൽ വ്യക്തമായി CPM-ന് കൊടുത്തിരിക്കുന്ന മറുപടി. കുലംകുത്തി എന്ന TP ചന്ദ്രശേഖരനെ വിളിച്ച പിണറായി വിജയനെതിരായ സമരം കൂടിയായിരുന്നു കെ രമയുടെ ഇന്നത്തെ രാഷ്ട്രീയ ജീവിതം. അവരെ ഈ രീതിയിലേക്ക് പരുവപ്പെടുത്തിയെടുത്തതിൽ പിണറായി വിജയന് വലിയ പങ്കുണ്ട്. കാരണം പിണറായി വിജയൻ അവർക്ക് കൊടുത്ത ഒരു മുറിവുണ്ടല്ലോ, ആ മുറിവിൽ നിന്നാണ് അവർ മരുന്ന് വെച്ച് ഉള്ളിൽ ആ വേദനയുണ്ട്. എത്ര മരുന്ന് വെച്ചാലും ഇവർ കൊടുത്ത ആ വേദനയുണ്ടല്ലോ, അതൊരിക്കലും മായില്ല. MM മണി കെ രമയെ അധിക്ഷേപിച്ചത് എങ്ങനെയായിരുന്നു? ആസ്ഥാന വിധവയെന്ന്. എന്നെ ആരാണ് വിധവയാക്കിയതെന്ന് അന്ന് കെ രമ MM മണിക്ക് ഒരു മറുപടി കൊടുത്തതാണ്. നിങ്ങളുടെ കൊലപാതക രാഷ്ട്രീയങ്ങൾക്ക് ചോര വീഴ്ത്താൻ കഴിയും, കുറെ മനുഷ്യരെ എന്നേക്കുമായി വേദനിപ്പിക്കാൻ കഴിയും, പക്ഷേ അവരെ ഇല്ലാതാക്കാൻ കഴിയില്ല. ആ വേദന പിന്നീട് ഒരു മരവിപ്പായി മാറും. ആ മരവിപ്പ് പിന്നീട് ശത്രുക്കളുടെ പതനം കാണുന്നതിന് വേണ്ടിയുള്ള ഒരു നീക്കമായി മാറ്റും. എനിക്ക് കണ്ണീരില്ല, എൻ്റെ കണ്ണീര് വറ്റിപ്പോയി, പക്ഷേ ഞാൻ കരുത്തയാണ് എന്ന് കെ രമ വീണ്ടും വീണ്ടും തെളിയിച്ചുകൊണ്ടേയിരുന്നു. TP ചന്ദ്രശേഖരന്റെ 51 വെട്ടിന് കേരളം മധുര പ്രതികാരം ചെയ്തു എന്നായിരുന്നു വടകരയിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ട ശേഷം കെ രമ പ്രതികരിച്ചത്. കഴിഞ്ഞ തവണത്തേക്കാൾ ഭൂരിപക്ഷം ഇരട്ടിയാക്കിയായിരുന്നു രമ നിയമസഭയിൽ തുടർച്ചയായി വിജയം കൊയ്തുകൊണ്ടിരിക്കുന്നത്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കും സോഷ്യലിസ്റ്റുകൾക്കും വളക്കൂറുള്ള മണ്ണ് TP ചന്ദ്രശേഖരന്റെ കൊലപാതകത്തിന് ശേഷം അടിമുടി മാറുകയായിരുന്നു. 2021 ആദ്യമായി നിയമസഭയിലേക്ക് മത്സരിച്ച കെ രമ 7491 വോട്ടുകൾക്കാണ് വിജയിച്ചത്. പക്ഷേ ഇത്തവണ 70,177 വോട്ടുകൾ നേടി 14,862 വോട്ടുകളുടെ ഭൂരിപക്ഷമാണ് വോട്ടർമാർ രമയ്ക്ക് നൽകിയത്. ഇടതുകോട്ട തിരിച്ചു പിടിക്കാനിറങ്ങിയ LDF സ്ഥാനാർത്ഥി MK ഭാസ്കരൻ 55,255 വോട്ടുകൾ കൊണ്ട് തൃപ്തിപ്പെടേണ്ടി വന്നു. വടകരയുടെ വികസനത്തിനൊപ്പം അക്രമരഹിത രാഷ്ട്രീയമെന്ന മുദ്രാവാക്യം മുന്നോട്ട് വെച്ചാണ് കെ രമ തെരഞ്ഞെടുപ്പിനെ നേരിട്ടത്. ഈ ജനാധിപത്യത്തിന്റെ വിജയമാണെന്നും TPയുടെ ഘാതകർക്കുള്ള ശിക്ഷയാണെന്നും കെ രമ പറഞ്ഞു. മെയ് 4 എന്നത് യാദൃശ്ചികമായി സംഭവിച്ചതാണെങ്കിലും TP ചന്ദ്രശേഖരനെ സംബന്ധിച്ചിടത്തോളം അതൊരു ചരിത്രമാണെന്നും അദ്ദേഹം സന്തോഷിക്കുന്നുണ്ട് എന്നും കെ രമ അന്ന് പ്രതികരിച്ചത്. അവരുടെ വിജയത്തിന് ഇരട്ടി മധുരം ഉണ്ടായിരുന്നു. കാരണം ഭർത്താവിനെ ഇല്ലാതാക്കിയവരെ, തൻ്റെ താലി അറുത്തവർക്ക് ആ ദിവസം തന്നെ മറുപടി കൊടുക്കാൻ കഴിഞ്ഞത് അവരുടെ വലിയ വിജയം തന്നെയാണ്. ഇനി നിയമസഭയിലേക്ക് വരുമ്പോഴുള്ള കാഴ്ചയാണ്. കെ രമ 2021 നിയമസഭയിൽ എത്തുമ്പോൾ പിണറായി ഭരണപക്ഷത്താണ്, മുഖ്യമന്ത്രിയാണ്. പക്ഷേ ഇത്തവണ വൻ വിജയം നേടി രമ നിയമസഭയിൽ എത്തുമ്പോൾ പിണറായി വിജയൻ പ്രതിപക്ഷത്താണ്, പ്രതിപക്ഷ നേതാവാണ്. അവിടെ രമ ഒരു മന്ത്രിയുടെ കസേരയിൽ ഇരിക്കുന്നതിനേക്കാൾ കേരളം ആഗ്രഹിക്കുന്നത് സ്പീക്കറുടെ കസേരയിൽ ഇരിക്കുന്നത് കാണാൻ തന്നെയാണ്. അങ്ങനെ ഒരു തിരിച്ചടി UDF പിണറായി വിജയന് കൊടുക്കുമോ? അതാണ് കേരളം ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്നത്. കേരള രാഷ്ട്രീയത്തിൽ കോളിളക്കം സൃഷ്ടിച്ച സംഭവമാണ് റവല്യൂഷണറി മാർക്സിസ്റ്റ് പാർട്ടിയുടെ സ്ഥാപക നേതാവായ TP ചന്ദ്രശേഖരന്റെ കൊലപാതകം. CPM ഒഞ്ചിയം ഏരിയ കമ്മിറ്റി അംഗമായിരുന്ന ചന്ദ്രശേഖരൻ നേതൃത്വവുമായി കലഹിച്ചാണ് 2009 CPM വിട്ടത്. റവല്യൂഷണറി മാർക്സിസ്റ്റ് പാർട്ടി രൂപീകരിക്കുകയും ചെയ്തു. തുടർന്ന് ഒഞ്ചിയം പഞ്ചായത്തിന്റെ ഭരണമടക്കം CPM-ന് നഷ്ടപ്പെട്ടു. TP ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വടകരയിൽ മത്സരിച്ച് 23,000-ഓളം വോട്ട് നേടുകയും ചെയ്തു. പിന്നാലെ 2012 മെയ് 4-ന് TP ചന്ദ്രശേഖരൻ കൊലക്കത്തിക്കിരയാകുന്നു. ചന്ദ്രശേഖരനും ഒഞ്ചിയവും കൈവിട്ടു പോയത് CPM-നെ സംബന്ധിച്ചിടത്തോളം വലിയ തിരിച്ചടിയായിരുന്നു. ഇനി അവൻ മുൻപോട്ട് പോകണ്ട എന്ന് ഒരു കൂട്ടർ അങ്ങ് തീരുമാനിച്ചു. അങ്ങനെയാണ് ചന്ദ്രശേഖരനെ കൊലപ്പെടുത്തുന്നത്. ഇന്നോവ കാറിലെത്തിയ അക്രമി സംഘം വടകര വള്ളിക്കാട് ജംഗ്ഷനിൽ വെച്ച് ചന്ദ്രശേഖരനെ ആക്രമിച്ച് കൊലപ്പെടുത്തി. 3 CPM നേതാക്കൾ ഉൾപ്പെടെ 12 പേരായിരുന്നു അന്ന് പ്രതികളാക്കപ്പെട്ടത്. കൊലപാതകത്തിൽ പാർട്ടിക്ക് പങ്കില്ലെന്ന് CPM ആവർത്തിക്കുമ്പോഴും RMP സ്ഥാനാർത്ഥിയായി കെ രമ മത്സരിക്കാൻ ഇറങ്ങിയപ്പോഴൊക്കെ ജനവിധി 2 തവണയും അവർക്കൊപ്പമായിരുന്നു. അതിന്റെ കാരണം എന്താണ്? ചന്ദ്രശേഖരനെ ഇല്ലാതാക്കിയത് ഈ പാർട്ടിയാണ് എന്നും
അതിന് ഉത്തരവിട്ടത് ആരാണ് എന്ന് അവിടുത്തെ ജനങ്ങൾക്ക് കൃത്യമായി അറിയാവുന്നതുകൊണ്ടുമാണ്. CPM-നോട് കലഹിച്ചു പുറത്തിറങ്ങി മത്സരിച്ച വിമതരെ ജനങ്ങൾ തെരഞ്ഞെടുത്തത് നിയമസഭയിലേക്ക് അയക്കുന്നതും ഈ തെരഞ്ഞെടുപ്പിൽ നമ്മൾ കണ്ടു. പാർട്ടി കോട്ടകളായ പയ്യന്നൂരിലും തളിപ്പറമ്പിലും അമ്പലപ്പുഴയിലും വിമതർക്ക് വമ്പിച്ച വിജയം. പാർട്ടിയെ തിരുത്താൻ വന്നവരെ കൈകാര്യം ചെയ്ത് ശീലമുള്ള CPM-നെ ഇത്തവണ വിമതർ ശരിക്കങ്ങ് തിരുത്തി. ഇവിടെ നമ്മൾ ചന്ദ്രശേഖരന്റെ കാര്യം എപ്പോഴും പറയുമ്പോഴും VS-ന്റെ കാര്യം പറയാതെ പോകാൻ കഴിയില്ല. പ്രത്യേകിച്ച് വലിയൊരു ആശ്വാസമായിരുന്നു KK രമയ്ക്ക് VS-ന്റെ ആ ഒരു വരവ്. കാരണം CPM-കാർ അടപടലം ചന്ദ്രശേഖരനെയും കുടുംബത്തെയും മാറ്റി നിർത്തിയപ്പോഴും കുലം കുത്തിയെന്ന് വിളിച്ച് ആക്ഷേപിച്ചപ്പോഴും ആ കുടുംബത്തേക്ക് പോകാൻ ഒരു തരത്തിലും പേടി തോന്നിയില്ല VS-ന്. പാർട്ടിയെ പോലും എതിർത്തുകൊണ്ട് പാർട്ടിയിലെ ചില ശക്തി കേന്ദ്രങ്ങളെ വകഞ്ഞു മാറ്റിക്കൊണ്ട് ധീരമായി നെഞ്ചും വിരിച്ച് VS ആ വീട്ടിൽ പോയി. ആ ചിത്രം ഇന്നും ഓരോ കമ്മ്യൂണിസ്റ്റുകാരൻ്റെയും നെഞ്ചിലുണ്ട്. TP ചന്ദ്രശേഖരനോട് സൂക്ഷിക്കണമെന്നും ബൈക്ക് യാത്ര ഒഴിവാക്കണമെന്നും VS ഒരിക്കൽ പറഞ്ഞിരുന്നതായി VS-ന്റെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി ആയിരുന്ന A. സുരേഷ് പ്രതികരിച്ചിരുന്നു. സ്വന്തം മകനോടെന്ന പോലെയായിരുന്നു VS-ന്റെ സംസാരം. എന്നാൽ ചിരിച്ചുകൊണ്ട് അന്ന് TP പറഞ്ഞത്, ഞാൻ ഹെലികോപ്റ്ററിൽ സഞ്ചരിച്ചാലും പാർട്ടി എന്തെങ്കിലും തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അത് ചെയ്യും എന്നായിരുന്നു. TP വധം VS-നെ ഏറെ വേദനിപ്പിച്ച ഒന്നായിരുന്നു. ഏറെ പാടുപെട്ടാണ് TP കൊല്ലപ്പെട്ട വിവരം VS-നെ അറിയിച്ചതെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു. ചന്ദ്രശേഖരൻ കൊല്ലപ്പെട്ടപ്പോൾ രമയ്ക്ക് ആശ്വാസം പകർന്നുകൊണ്ട് ആ വീട്ടിലേക്ക് ഓടിയെത്തുമ്പോൾ അന്ന് VS പ്രതിപക്ഷ നേതാവാണ്. അന്ന് തന്നെ ആശ്വസിപ്പിക്കുന്ന VS-ന്റെ ചിത്രം ഈ തെരഞ്ഞെടുപ്പ് കാലത്തും വടകരയിൽ RMB ഉയർത്തി കാണിച്ചിരുന്നു. 2021 തെരഞ്ഞെടുപ്പിലും KK രമയ്ക്ക് ശക്തി പകർന്നത് VS-ന്റെ ആ ചിത്രങ്ങളായിരുന്നു. VS പിന്നീട് വയ്യാതെ കിടക്കുമ്പോഴൊക്കെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് കളത്തിൽ നിറഞ്ഞു നിന്നിരുന്ന ആളാണ് KK രമ. എങ്കിലും അദ്ദേഹത്തിന്റെ മരണ വാർത്തയൊക്കെ KK രമയെ ഒരുപാട് തളർത്തിയിരുന്നു. കാരണം KK രമയ്ക്ക് വലിയ ഒരു ആശ്വാസം അതെല്ലാ കാലത്തും VS ആയിരുന്നു. പ്രത്യേകിച്ച് ഒരു ജ്യേഷ്ഠന്റെ സ്ഥാനത്തൊക്കെ VS നിലകൊണ്ടിരുന്നു. TP-യുടെ കൊലപാതക ശേഷം CPM-നെ ഞെട്ടിച്ചുകൊണ്ടായിരുന്നു VS വടകരയിലെ വീട്ടിലെത്തിയത്. അതും നെയ്യാറ്റിൻകരയിൽ അതിനിർണായകമായ ഉപതെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ. 9 കൊല്ലം മുൻപ് അത് കേരള രാഷ്ട്രീയത്തിലെ കണ്ണീർ ചിത്രത്തെ ഓർമ്മിപ്പിച്ചു. ഈ ചിത്രമാണ് വടകരയിൽ RMB പ്രചാരണത്തിന് തുറുപ്പ് ചീട്ടാക്കിയതും. വേറെ ആര് ജയിച്ചാലും രമ നിയമസഭയിൽ എത്തരുത് എന്നൊരു വാശി CPM-നുണ്ടായിരുന്നു. മറ്റൊരു മണ്ഡലത്തിലും ഇല്ലാത്ത പടയൊരുക്കങ്ങളുമായിട്ടായിരുന്നു CPM വടകരയിൽ 2021 യുദ്ധത്തിനിറങ്ങിയത്. സർവ്വസന്നാഹങ്ങൾ ഇറക്കി. പതിവ് തെറ്റിച്ച് മുഖ്യമന്ത്രി പിണറായി 2 തവണ നേരിട്ട് അവിടെ പ്രചാരണത്തിന് ഇറങ്ങിയിരുന്നു. എന്നിട്ടും രമയുടെ വിജയം തടയാനായില്ല. കനത്ത സൈബർ അധിക്ഷേപങ്ങളും രമയ്ക്ക് നേരിടേണ്ടി വന്നു. അപ്പോഴൊക്കെ കണ്ണീരൊപ്പി വടകരയിലെ അമ്മമാർ രമയ്ക്കൊപ്പം നിന്നു. സ്ത്രീകൾ നൽകിയ പിന്തുണ വിജയത്തിൽ നിർണായകമായ നന്ന് രമ പ്രതികരിച്ചിരുന്നു. CPM നേതാക്കളിൽ ചിലർ പോലും ചന്ദ്രശേഖരനോടുള്ള സ്നേഹം കാരണം രമയ്ക്ക് വോട്ട് ചെയ്തു എന്ന യാഥാർത്ഥ്യം കേരളം മനസ്സിലാക്കണം. SFI സംസ്ഥാന വൈസ് പ്രസിഡന്റ് ആയിരുന്ന രമ TP-യുമായുള്ള വിവാഹത്തിന് ശേഷം സജീവ രാഷ്ട്രീയത്തിൽ നിന്ന് മാറി നിൽക്കുകയായിരുന്നു. TP പോയ ശേഷമാണ് വീണ്ടും പൊതുരംഗത്തേക്ക് ഇറങ്ങിയത്. അതൊരു ഒന്നൊന്നര ഇറക്കമായിരുന്നു. കാരണം നിയമസഭയിലെത്തുന്നു, ഇന്നിപ്പോൾ പിണറായി പ്രതിപക്ഷത്തിരിക്കുമ്പോൾ KK രമ ഭരണപക്ഷത്ത്. ഇതിലും വലിയ അടി എന്താണ് പിണറായിക്ക് കൊടുക്കാനുള്ളത്? അവർ സ്പീക്കർ കസേരയിലും കൂടി ഇരിക്കുകയാണെങ്കിൽ പിണറായിയുടെ കാര്യം ശുഭം. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്.